കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തുടർച്ചയായ 2 ടേം ഭരിക്കുന്നു. ആ സമയത്ത് എവിടെയെങ്കിലും ഞങ്ങൾ വിട്ടുപോയ ഏതെങ്കിലും വിഷയങ്ങൾ, ഈ രാജ്യത്തെ ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ഒപ്പിയെടുക്കുക. ഞാൻ പല വിഷയങ്ങളും സംസാരിക്കുമ്പോൾ ഒരു നൂലിഴയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനെ കേരളത്തിലെ ജനങ്ങളുമായി ചേർത്ത് നിർത്തുക. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഈ ചർച്ച നടത്തുന്നത്, ഈ പരിപാടി നടത്തുന്നത്. അവിടെ അല്ലെങ്കിൽ മറ്റ് വിഷയങ്ങളൊന്നും ഞങ്ങൾക്ക് പരിപാടി സംഘടിപ്പിക്കുകയാണെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവിന് എവിടെയെല്ലാം പ്രോഗ്രാം സംഘടിപ്പിക്കാം. 140 അല്ല, 140 നിയോജകമണ്ഡലത്തിൽ നിന്നും വ്യത്യസ്തമായി 1400 സ്ഥലത്ത് ഒരു പരിപാടി സംഘടിപ്പിക്കാം. അതിന് സമ്പത്തൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ ഇതൊക്കെ നടത്തുന്നതിന് ആവശ്യമായ മുഴുവൻ സമ്പത്തും ഞങ്ങൾ സാധാരണക്കാരായ ജനങ്ങളിൽ നിന്ന് ഞങ്ങൾ ബക്കറ്റ് പിരിവെടുത്ത് ഞങ്ങൾ നടത്തും. അതുകൊണ്ട് അതിനു വേണ്ടിയാണ്, അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയമാണ്, അങ്ങനെയൊന്നും നിങ്ങൾ കാണരുത്. ഞങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഭരണം, ഞങ്ങളിപ്പം 7 കൊല്ലമായി ഞങ്ങൾ ഭരണം നടത്തുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അതിൻ്റെ ഏതെങ്കിലും വീഴ്ച ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളിൽ നിന്ന് തന്നെ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയാൽ അത് ഞങ്ങൾ കൃത്യമായി പരിഹരിക്കാൻ വേണ്ടിയുള്ള. എന്താണ് ഓർമ്മ വന്നത് അതും കൂടി പറയണം. കാരണം ഇത്രയേറെ ദിവസങ്ങളിൽ എല്ലാ ദിവസവും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്താറുണ്ട്, അദ്ദേഹം പത്രക്കുറിപ്പ് ഇറക്കാറുണ്ട്. അതിലൊക്കെ ഇന്ന ജില്ലകളിൽ അല്ലെങ്കിൽ ഇന്ന മണ്ഡലത്തിൽ നിന്നും ഇത്ര പരാതികൾ ലഭിച്ചു എന്ന് പറഞ്ഞിട്ട് പോലും ഇപ്പം നമുക്കറിയാം, അതിന് മുമ്പുണ്ടായൊരു പ്രശ്നമാണ് മറിയക്കുട്ടിയുടെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അവർ ഭിക്ഷ തെണ്ടിയ, നമുക്കറിയുന്ന കാര്യമാണ്. അതുപോലും ഒരു പരിഹാരം കാണാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ എന്താണ് ഈ 140 മണ്ഡലങ്ങളിൽ ഇത്രയേറെ പരാതി ലഭിച്ചു, ഇത്രയേറെ ജനത്തിരക്കുണ്ടായി എന്ന് പറയുമ്പോൾ ഒരു പരാതിക്ക് പോലും ഒരു പരിഹാരം കാണാൻ ഈ നവകേരള സദസ്സിലൂടെ കഴിഞ്ഞു? ഒന്നുമല്ല, കൃത്യമാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ കൊടുത്താൽ ഇത്ര ദിവസം 30 ദിവസത്തിനകം അതിന് പരിഹാരം ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. പലരുടെയും പരാതികൾ പരിഹരിക്കപ്പെട്ട് കിട്ടിയിട്ടുണ്ട്. ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഗവൺമെൻറ് നടപ്പിലാക്കി കൊടുത്തിട്ടുണ്ട്. ബാക്കി പരാതികൾ ഞാൻ പറയുന്നു, ഈ സി മലയാളത്തിൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ ഞങ്ങൾ പറയുകയാണ്, നാളുകളിൽ ഇത് തിരുവനന്തപുരത്ത് സമാപിച്ചു കഴിയുമ്പോൾ ഈ പറയുന്ന പരാതികൾ, എത്ര പരാതികളുണ്ട്, ആ പരാതിയുമായി ബന്ധപ്പെട്ട് എന്ത് നടപടികളെടുത്തു, എന്തുകൊണ്ട് നടപടികൾ എടുത്തില്ല. സെക്രട്ടേറിയറ്റിൽ നിങ്ങളുടെ ക്യാമറ TV ടീമുമായിട്ട് നിങ്ങളുടെ ബഹുമാനായ അഭിജിത്തോ നിങ്ങൾക്ക് സാലിമേക്കോ വരൂ, ഞങ്ങൾ കൃത്യമായി അവിടെ നിങ്ങൾക്ക് മുന്നിൽ. ഇനി മറിയക്കുട്ടിയെയും അല്ലെങ്കിൽ ബിന്ദുകൃഷ്ണൻ എന്താ ചെയ്യുന്നത്, ഞാനത് പറയുന്നത് ഈ ഒരു അനൗചിത്യം ആണ് എന്നെനിക്ക് തോന്നുന്നു. കോൺഗ്രസ് എന്താണ് ചെയ്യുന്നത്? ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.